നമ്മുടെ ഇന്ത്യ ബോംബർ വിമാനം നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ വന്ന ഒരുപാട് കമന്റുകളിൽ 2 കമന്റുകളാണ്. ഞാൻ ആരിട്ടതെന്നൊന്നും ഇവിടെ കാണിക്കുന്നില്ല. പക്ഷേ ആ കമന്റ് എന്തുകൊണ്ടാണ് ഇവിടെ എടുത്തത് എന്നതിനെക്കുറിച്ച് വഴിയ വീഡിയോയിൽ പറയാം. ആദ്യത്തെ കമന്റ്, എയർക്രാഫ്റ്റ് എഞ്ചിൻ ഇതുവരെ സ്വന്തമായി നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം തേങ്ങാക്കുലയാണോ ഫിറ്റ് ചെയ്യുക? തള്ളലൊന്ന് നിർത്തൂ എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചുകൊണ്ടുള്ള ഒരു കമന്റാണ്. രണ്ടാമത്തെ കമന്റ്, ആദ്യം ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കൂ. തേജസ് ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ പോലും അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഒറ്റ നോട്ടത്തിൽ കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ഈ പറയുന്നതൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക് എടുത്തൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. മുമ്പ് പലപ്പോഴും ഇതിനോട് സാദൃശ്യമുള്ള ടോപ്പിക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും അത് തുടരും. കാരണം നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്തെ പരിഹസിക്കുന്നതിന് മുമ്പ് മിനിമം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളുടെ കയ്യിലാണ് ജെറ്റ് എഞ്ചിൻ ഉള്ളത് എന്ന് അറിയണ്ടേ. ആ രാജ്യങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജെറ്റ് എഞ്ചിൻ നിർമ്മിച്ചത് എന്നും നമുക്കറിയണമല്ലോ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 1940കളിൽ ആദ്യമായിട്ട് ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനി ആദ്യമായിട്ട് ഒരു എഞ്ചിൻ നിർമ്മിക്കുകയും ആ വിമാനം, യുദ്ധത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ തന്നെ രണ്ടാമത് ജെറ്റ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത് UK ആണ്. അതായത് നമ്മുടെ ബ്രിട്ടൻ തന്നെ 1941-43 കാലയളവിനിടയിൽ, ഇതേ കാലയളവിൽ 1942-43 കാലയളവിൽ അമേരിക്ക ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുകയാണ്. ഏതാണ്ട് ഈ കാലയളവിലൊക്കെ തന്നെ റഷ്യയും ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുകയാണ്. ഫ്രാൻസ് 1950കൾക്ക് ശേഷമാണ് ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചിട്ടുള്ളത്. ഈ കാലയളവെന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണെന്ന് ആലോചിക്കണം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ രാജ്യങ്ങളൊക്കെ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതാണ്? പ്രധാനമായിട്ടും അമേരിക്കയാണ്. രണ്ടാമതാണ് റഷ്യ, മൂന്നാമത് ഫ്രാൻസ് ആണ്, നാലാമത് നമ്മുടെ ചൈനയാണ്. ഇനി ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. 1940കളുടെ തുടക്കത്തിൽ ജർമ്മനിക്ക് തൊട്ടു പിന്നാലെ സ്വന്തമായിട്ട് ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത UK ഇന്ന് ആരുടെ യുദ്ധവിമാനമാണ് ഉപയോഗിക്കുന്നത്? അമേരിക്കയുടെ യുദ്ധവിമാനമാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനമാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ അമേരിക്കയാണ് മുൻനിരയിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച ജെറ്റ് എഞ്ചിനുകൾക്ക് അന്നത്തെ വിമാനങ്ങളിലല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നീട് ജനറേഷൻ മാറിക്കൊണ്ടേയിരുന്നു. 4ാം തലമുറ യുദ്ധവിമാനങ്ങളും 4.5 ജനറേഷൻ യുദ്ധവിമാനങ്ങളും 5ാം തലമുറ യുദ്ധവിമാനങ്ങളും ഒക്കെയാണ് ഇന്നിപ്പോ 6ാം തലമുറയുടെ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ് ലോകം. അപ്പോൾ ഈ യുദ്ധവിമാനങ്ങൾക്കെല്ലാം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജെറ്റ് എഞ്ചിനുകൾ വികസിപ്പിക്കണം. ആദ്യകാലങ്ങൾക്ക്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിച്ചിട്ടും അതിനെ തുടർന്ന് കൊണ്ടുപോകാൻ പല രാജ്യങ്ങൾക്കും കഴിഞ്ഞില്ല. കാരണം അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ ടെക്നോളജി. അപ്പൊ ഇന്ന് അമേരിക്കയാണ് ഈ രംഗത്തെ ലീഡർ എന്ന് പറയുന്നത്. അമേരിക്കയുടെ കൈവശം 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ജെറ്റ് എഞ്ചിനുകൾ ഉണ്ട്. അമേരിക്കയുടെ 4ാം തലമുറ യുദ്ധവിമാനത്തിന്റെ ജെറ്റ് എഞ്ചിൻ കൊണ്ട് അവർക്ക് ഒരിക്കലും 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് 5ാം തലമുറയ്ക്ക് അനുയോജ്യമായ ജെറ്റ് എഞ്ചിൻ തന്നെ വേണം. അതുകൊണ്ടാണ് അവര് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത്. ഇനിയാണ് ഇതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം, ഇന്ത്യ ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചിട്ടുണ്ടോ? ഇന്ത്യ ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചിട്ടുണ്ടെന്നേ. ലോകത്ത് ജെറ്റ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുത്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഏതാണ്ട് 2010 കാലഘട്ടത്തിലൊക്കെ തന്നെ ഇന്ത്യ എഞ്ചിൻ വികസിപ്പിക്കുകയും പരീക്ഷിച്ച് നോക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേജസ് യുദ്ധവിമാനം പോലത്തെ ഒരു 4ാം തലമുറയിൽ പെടുന്ന അല്ലെങ്കിൽ 4.5 ജനറേഷനിൽ പെടുന്ന ഒരു യുദ്ധവിമാനത്തിന് ആവശ്യമായ ത്രസ്റ്റ് കൊടുക്കാൻ ഈ എഞ്ചിന് കഴിയുന്നില്ല. 1986 ഇന്ത്യ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ സീരിയസ് ആയിട്ട് തുടങ്ങിയതാണ്. ഇന്ത്യ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. 2010 നമ്മൾ ടെസ്റ്റ് ചെയ്തുവെങ്കിലും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ഒരു ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ആ എഞ്ചിന് കഴിയാത്തത് കൊണ്ടാണ് ആ പ്രോജക്റ്റ് ഇപ്പോഴും പൂർണ്ണമായും നമുക്ക് സക്സസ് എന്ന് പറയാൻ കഴിയാത്തത്. മറിച്ച് ജെറ്റ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുത്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന സത്യം നമ്മളെങ്കിലും ആദ്യം മനസ്സിലാക്കണം. ഇത് മറ്റുള്ളവർ വന്ന് നമ്മൾ എഞ്ചിൻ നിർമ്മിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തേജസ് യുദ്ധവിമാനത്തിന് പവർ കൊടുക്കുന്ന, അതിന് ആവശ്യമായ ത്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാനാണ് നമുക്ക് പറ്റാതെ പോയത്. മറിച്ച് നമ്മളൊരു എഞ്ചിനൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഡ്രൈവ് വേരിയന്റ് നമ്മുടെ ഘാതകം എന്ന് പറയുന്ന സ്റ്റെൽത്ത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ എഞ്ചിനുണ്ട്. യുദ്ധവിമാനത്തിന് 4.5 ജനറേഷനിൽ പെടുത്തുന്ന യുദ്ധവിമാനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എഞ്ചിൻ അല്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം 90 മുതൽ 100 കിലോ ന്യൂട്ടണെങ്കിലും ത്രസ്റ്റ് വേണം ആ എഞ്ചിന്. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഈ ചൈനയെ പൊക്കി അടിച്ചിട്ട് ഇന്ത്യയെ താഴ്ത്തി കിട്ടുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
ചൈനയ്ക്ക് സ്വന്തമായിട്ട് എഞ്ചിൻ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ചൈനയുടെ ഒരു സ്റ്റാറ്റസ്? 1956-കളിൽ ചൈന സോവിയറ്റിന്റെ സഹായത്തോടെ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ചൈനയുടെ 1950 മുതൽ 70 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എറ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ സോവിയറ്റ് സഹായത്തോടെ ചൈന പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. 1958 WP-5 എന്ന് പറയുന്ന ഒരു എഞ്ചിൻ സോവിയറ്റിന്റെ RD-500K എന്ന് പറയുന്ന ഒരു എഞ്ചിന്റെ കോപ്പി ആയിട്ട്, അതായത് സെയിം സാധനം കോപ്പി അടിച്ചിട്ട് ചൈന പേര് മാറ്റിയിട്ട് നിർമ്മിക്കുകയുണ്ടായി. ഈ സോവിയറ്റിന്റെ MiG-17 എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം ഉണ്ടായിരുന്നു. ആ യുദ്ധവിമാനത്തിന് പേര് മാറ്റി ചൈന ഇറക്കിയ ഒരെണ്ണമാണ് ഷെങ്യാങ് J5 എന്ന് പറയുന്ന യുദ്ധവിമാനം. ഈ യുദ്ധവിമാനത്തിൽ WP-5 എന്ന് പറയുന്ന റഷ്യൻ എഞ്ചിന്റെ അല്ലെങ്കിൽ സോവിയറ്റ് എഞ്ചിന്റെ കോപ്പി എഞ്ചിൻ ചൈന പരീക്ഷിച്ചു നോക്കി. അങ്ങനെ കുറെ കാലം ചൈന സോവിയറ്റ് സഹായത്തോടെയാണ് ഈ ജെറ്റ് എഞ്ചിനുകൾ വികസിപ്പിച്ചെടുത്തത്. ചൈന H-6 എന്ന് പറയുന്ന ഒരു ബോംബർ വിമാനം ഡെവലപ്പ് ചെയ്തെടുത്തു. അതായത് സോവിയറ്റിന്റെ Tu-16 എന്ന് പറയുന്ന എയർക്രാഫ്റ്റിനെ പേര് മാറ്റി ഈ പറഞ്ഞ കോപ്പി അടിച്ചുണ്ടാക്കിയതാണ്, സോവിയറ്റ് സഹായത്തോടെ തന്നെ കോപ്പി അടിച്ചുണ്ടാക്കിയതാണ് H-6 ബോംബർ എന്ന് പറയുന്നത്. അതിനകത്ത് സോവിയറ്റ് എഞ്ചിനുകൾ തന്നെയാണ് അവർ ഉപയോഗിച്ചത്. ഇത് കുറെ കാലം ഇങ്ങനെ തന്നെ തുടർന്നു. 1987 WS-10 എന്ന് പറയുന്ന ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ആരംഭിക്കുന്നു. 2002 J-11 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റിൽ ആ ഒരു എഞ്ചിൻ അവർ പരീക്ഷ നോക്കുന്നു. അത് ഏറെക്കുറെ ഓക്കെ ആയിരുന്നു. പിന്നീട് വീണ്ടും കുറെ പരിഷ്കരണങ്ങളൊക്കെ വരുത്തിയിട്ട് 2009-10 കാലയളവിലാണ് ഇത് ഒരു മാസ് പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം ദീർഘകാലം ഇന്ത്യ കാവേരി എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുത്ത അത്രയും സമയം തന്നെ ചൈന സ്വന്തമായിട്ട് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ അവർക്കും വേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ വിചാരിച്ച ഒരു രീതിയിൽ സക്സസ് ആയില്ല. ഒരുപക്ഷെ സോവിയറ്റിന്റെ അല്ലെങ്കിൽ റഷ്യയുടെ ഒരു സപ്പോർട്ട് നമുക്ക് വേണ്ടത്ര കിട്ടിയിരുന്നില്ല എന്നും വേണമെങ്കിൽ പറയാം. എന്നാൽ ചൈനയ്ക്ക് ഇത് ആവോളം കിട്ടി. കാരണം ചൈനയും റഷ്യയും തമ്മിൽ ഈ അവരുടെ അതിർത്തി തർക്കമൊക്കെ പരിഹരിച്ച് ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്നൊരു കാലഘട്ടമാണത്. ആ സമയത്ത് നല്ലപോലെ റഷ്യൻ സഹായം ചൈനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ചൈനയുടെ J-10C, J-11 പോലെയുള്ള എയർക്രാഫ്റ്റുകളിൽ സോവിയറ്റ് എഞ്ചിനുകളെ പതുക്കെ മാറ്റിയിട്ട് അവർ ചൈനയുടെ എഞ്ചിൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴും പൂർണ്ണമായിട്ടും J-10 ചൈനീസ് എഞ്ചിനുകളായിട്ട് മാറിയിരുന്നില്ല. റഷ്യൻ എഞ്ചിനുകൾ വാങ്ങുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ചൈന സ്വന്തമായിട്ട് ഒരു 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിനും ചൈനയുടെ കയ്യിൽ എഞ്ചിനൊന്നുമില്ല. J-20 എന്ന് പറയുന്ന ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടല്ലോ, ആ യുദ്ധവിമാനത്തിൽ ഇപ്പോഴും ചൈന പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് റഷ്യൻ എഞ്ചിനുകൾ തന്നെയാണ്. 5ാം തലമുറ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ചൈന കുറെ കാലമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. WS-15 എന്നായിരുന്നു അതിന് പേര് കൊടുത്തത്. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ചൈനയ്ക്ക് കഴിയുന്നില്ല. എന്ന് വെച്ചാൽ എഞ്ചിൻ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി, പക്ഷെ വിചാരിക്കുന്ന ഒരു റിസൾട്ട് ആ എഞ്ചിന് കൊടുക്കാൻ പറ്റുന്നില്ല. ടെക്നോളജി പരമായിട്ട് പല പ്രശ്നങ്ങളും ആ എഞ്ചിൻ ഇപ്പോഴും നേരിടുകയാണ്. 2022-23 ചൈന ഇതിന്റെ ഒരു ഇനിഷ്യൽ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നെങ്കിലും പൂർണ്ണമായിട്ടും ഇപ്പോഴും അത് സർവീസിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനം ഇപ്പോൾ പോലും ഡിപ്പെൻഡ് ചെയ്യുന്നത് റഷ്യൻ എഞ്ചിനെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് ചൈന ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈ ടെമ്പറേച്ചറിലുള്ള ടർബൈൻ ബ്ലേഡുകൾ നിർമ്മിക്കുന്നതിൽ ഡെവലപ്പ് ചെയ്യുന്നതിലുള്ള പോരായ്മയാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റി ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ലോങ് സർവീസ് ലൈഫ് ഇതിന് ലഭിക്കുന്നില്ല എന്നതും ചൈന നേരിടുന്ന പ്രശ്നമാണ്. ചൈന പല തരത്തിൽ ഇത് നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പ്രോട്ടോടൈപ്പ് ഓവർ ഹീറ്റ് ആയിട്ട് പരാജയപ്പെടുന്നത് കൊണ്ട് തന്നെ മാസ് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുന്നില്ല. 2011 മുതൽ ചൈന റഷ്യയുടെ AL-31F എന്ന് പറയുന്ന എഞ്ചിനുകളാണ് യൂസ് ചെയ്തു വരുന്നത്. അതായത് അവരുടെ J-20 വിമാനങ്ങളിൽ ഈ ഒരു എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. 2023-24 ഏതാനും ചില J-20 വിമാനങ്ങളിൽ WS-15 എന്ന് പറയുന്ന എഞ്ചിൻ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഇപ്പോഴും ചൈന 5ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ എഞ്ചിനിൽ പരിഷ്കരണം വരുത്തിയിട്ടില്ല. ഈ ഒരു കാര്യം പൊതുവെ എല്ലാവർക്കും അറിയാം, പക്ഷെ എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം ചൈന അത്രത്തോളം സാമ്പത്തികമായി വളർന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വിചാരം ചൈന ഭയങ്കരമായിട്ട് ടെക്നോളജി പരമായും വളർന്നു എന്നാണ്. എന്നാൽ അത് ശരിയല്ല. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, ചൈനയും അവരുടെ ഇനിഷ്യൽ സ്റ്റേജിൽ റഷ്യൻ എഞ്ചിനുകളാണ് അവരുടെ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. എങ്ങനെയാണോ ഇന്ത്യ നമ്മുടെ ഇപ്പോൾ തേജസ് യുദ്ധവിമാനങ്ങളിൽ അമേരിക്കൻ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത്, അതേ രീതിയിൽ ചൈനയും ആദ്യകാലങ്ങളിൽ റഷ്യൻ എഞ്ചിനുകളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അവരുടെ 4ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ അവരുടേതായ ഒരു എഞ്ചിൻ റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ച് അത് ഉപയോഗിച്ചു തുടങ്ങി. പക്ഷേ ഇപ്പോഴും 5ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ചൈന റഷ്യൻ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എഞ്ചിൻ വാങ്ങുന്നു എന്ന് പരാതി പറയുന്നവർ ഇന്ത്യയുടെ 5 മടങ്ങ് എക്കണോമിക്കലി മുമ്പിൽ നിൽക്കുന്ന GDP ഉള്ള രാജ്യമായ ചൈന
അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ ഇപ്പോഴും പൂർണ്ണമായി നിർമ്മിച്ചിട്ടില്ല എന്നും റഷ്യൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് എന്നുമുള്ള മിനിമം സത്യമെങ്കിലും മനസ്സിലാക്കണം. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് എഞ്ചിൻ നിർമ്മാണം എന്ന് പറയുന്നത്. അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം നമ്മുടെ തിരുവനന്തപുരത്ത് ആഴ്ചകളോളമായി വന്നു കിടക്കുന്നതിന്റെ യാഥാർത്ഥ്യവും അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ടെക്നോളജീസ് ഉൾപ്പെടുന്നതാണ് 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ. അപ്പൊ ഇത് നമ്മൾ ഈ വാചകം അടിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇന്ത്യ എഞ്ചിൻ ഉണ്ടാക്കില്ല എന്ന് വാചകം അടിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ലോകത്ത് വിരളിലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമാണ് സ്വന്തമായിട്ട് എഞ്ചിൻ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഇന്നും ആ ഒരു എഞ്ചിൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് 5th ജനറേഷൻ വരെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത് ഒരു പരിധി വരെ അമേരിക്കയാണ് ഒന്നാമത്, രണ്ടാമത് റഷ്യയാണ്. ഈ പറയുന്ന ഫ്രാൻസിന്റെ കയ്യിൽ പോലും ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഇല്ല. ചൈന അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ചെങ്കിലും അവരുപയോഗിക്കുന്നത് റഷ്യൻ എഞ്ചിനുകളുമാണ്. അപ്പൊ ഇതാണ് ലോകത്തെ പരമമായ യാഥാർത്ഥ്യം. ഇന്ത്യ ബോംബർ വിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാവാം. അങ്ങനെ അത് സാധിക്കുകയുള്ളൂ. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് തദ്ദേശീയമായിട്ട് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. 1947 മാത്രം സ്വാതന്ത്ര്യം കിട്ടുകയും ഇപ്പോഴും ദാരിദ്ര്യം പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ എന്തു വലിയൊരു അത്ഭുതമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളായ സൗദി അറേബ്യയ്ക്കോ അല്ലെങ്കിൽ മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്കോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ പോലും കഴിയാത്ത നേട്ടങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ എല്ലാ മേഖലയിലും നമ്മൾ സ്വയം പര്യാപ്തത നേടും. എത്ര രാജ്യങ്ങൾക്കാണ് ഇന്ത്യയെ പോലെ ചന്ദ്രനിലേക്ക് ഒരു പേടകം ഇറക്കാൻ കഴിഞ്ഞത്, ചൊവ്വയിലേക്ക് ഒരു പേടകത്തെ അയക്കാൻ കഴിഞ്ഞത്? എത്ര രാജ്യങ്ങൾക്കാണ് സ്വന്തമായിട്ട് ഒരു ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ പോലും നടത്താൻ കഴിയുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒട്ടും മോശമല്ല. നമ്മൾ അമേരിക്കയുമായി താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ പുറകിലാണ്. റഷ്യയുമായി താരതമ്യപ്പെടുത്തിയാൽ പല ടെക്നോളജിയിലും നമ്മൾ ചിലപ്പോൾ പുറകിലായിരിക്കും. ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചില മേഖലകളിൽ നമ്മൾ പുറകിലാണ്. എന്നാൽ നമുക്ക് മുമ്പിൽ വെറും 3-4 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ പിറകിൽ ബാക്കി ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഉണ്ട് എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. ഇന്ത്യയെ വന്ന് പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത്, ചൈനയെ പൊക്കി അടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചൈനയ്ക്ക് റഷ്യയുടെ അടുത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ട് വിസ്മരിക്കരുത്. ഇന്ത്യക്ക് കിട്ടിയതിന്റെ പല മടങ്ങാണ് സാങ്കേതികപരമായിട്ട് ആയുധ നിർമ്മാണത്തിൽ ഉൾപ്പെടെ റഷ്യൻ സഹായം ചൈനയ്ക്ക് കിട്ടിയത്. പൂർണ്ണമായും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന ചൈനയെ എല്ലാ അർത്ഥത്തിലും വളർത്തിക്കൊണ്ടുവരുന്നതിൽ സോവിയറ്റ് യൂണിയനും പിൽക്കാലത്ത് റഷ്യയും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത്രയും സാമ്പത്തികമായിട്ട് ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ചൈന നേരിടുന്ന ചലഞ്ചസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം പറഞ്ഞത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാം. ചൈനയുടെ കയ്യിൽ H-6K, H-6N എന്ന് പറയുന്ന ബോംബർ വിമാനങ്ങളുണ്ട്. ഈ ബോംബർ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് D-30KP-2 എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ്. ഇത് റഷ്യൻ നിർമ്മിത എഞ്ചിനാണ്. അതായത് ചൈനയുടെ കയ്യിലുള്ള ബോംബർ വിമാനങ്ങളിൽ ഇപ്പോഴും ചൈന ഉപയോഗിക്കുന്നത് റഷ്യൻ നിർമ്മിത എഞ്ചിനുകളാണ്. H-20 എന്ന് പറയുന്ന ചൈനയുടെ അണ്ടർ ഡെവലപ്മെന്റ് സ്റ്റേജിലുള്ള ഒരു ബോംബർ വിമാനമുണ്ട്. സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ബോംബർ വിമാനമാണെന്നാണ് കരുതുന്നത്. ഈ ബോംബർ വിമാനത്തിൽ ചിലപ്പോൾ ചൈന WS-18 അല്ലെങ്കിൽ WS-20 എന്ന് പറയുന്ന ചൈന തന്നെ നിർമ്മിക്കുന്ന ഒരു എഞ്ചിൻ ഉപയോഗിച്ചേക്കാം. ഒരൊറപ്പുമില്ല. നിലവിൽ ചൈനയുടെ കയ്യിലുള്ള ബോംബർ വിമാനങ്ങളിലെല്ലാം ഉള്ളത് റഷ്യൻ എഞ്ചിനുകളാണ്. അപ്പൊ ഇന്ത്യയും ശ്രമിക്കുന്നത് സ്വന്തമായിട്ട് ബോംബർ വിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ അമേരിക്കയുടെയോ റഷ്യയുടെയോ എഞ്ചിനുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പ്രധാനമായും റഷ്യയുടേതാകാനാണ് സാധ്യത. എഞ്ചിനുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പിന്നീട് പടിപ്പടിയായിട്ട് നമ്മൾ തദ്ദേശീയമായിട്ട് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെയും പദ്ധതി. ഇപ്പോൾ 2030-35 ഇടയിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കിയെങ്കിൽ മാത്രമേ 2040 നമുക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റൂ. ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെ മാനത്ത് നോക്കിയിരുന്നാൽ 2050 ആയാലും ആ ഇരിപ്പേ ഇരിക്കൂ. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടത്. ഇവിടെ പലരും പറയുന്ന കേട്ടാ തോന്നുന്നു ഇന്ത്യ ഇതൊന്നും ചെയ്യേണ്ട, എഞ്ചിൻ ഉണ്ടാക്കിയിട്ട് മാത്രം ഇനി വിമാനം ഉണ്ടാക്കിയാൽ മതിയെന്ന്. അത് സാധ്യമാണോ? സ്വന്തമായിട്ട് എഞ്ചിൻ ഉണ്ടാക്കിയതിന് ശേഷം യുദ്ധവിമാനം നിർമ്മിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് തേജസ് യുദ്ധവിമാനം നിർമ്മിക്കാൻ കഴിയുമായിരുന്നോ? AMCA എന്ന് പറയുന്ന സ്വപ്നം കാണാൻ കഴിയുമായിരുന്നു? അപ്പൊ ആദ്യം നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടെ, പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കാളികളായ പല രാജ്യങ്ങളുമാണ് ഇന്ന് ലോകത്തെ മേജർ പവേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ സഹായത്തോടെയൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ തേജസ് യുദ്ധവിമാനം നമ്മളാണ് ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നത്. എഞ്ചിൻ മാത്രമാണ് നമുക്ക് വാങ്ങേണ്ടി വരുന്നത്. ബാക്കി ഒരു 70-80% തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിക്കുന്നതാണ്. ഇത് പതിയെ പതിയെ കൂട്ടി 100% നമ്മൾ നിർമ്മിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ചൈനയൊക്കെ ഇന്നീ കാണുന്ന ലെവലിലോട്ട് എത്തിയത്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ചൈനയിൽ നിന്ന് പൊട്ടി മുളച്ചതാണെന്നുള്ള മിഥ്യാധാരണയൊക്കെ മാറ്റിവെച്ച്
ചരിത്ര വസ്തുതകളൊന്ന് പരിശോധിച്ചാൽ ഈ ചൈനയെ തള്ളിമറിച്ച് ഇന്ത്യയെ വില കുറച്ച് കാണുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ, അത് താനേ അങ്ങ് അവസാനിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.